നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ കുറച്ചു നേരം നമുക്ക് ഒന്നുകൂടെ ഒത്തുകൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നും ഞാൻ കുറച്ച് കഥകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശംഖചക്ര ഗദാപത്മത്തിൻ്റെ പേരുകളാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പത്മം എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. ഭഗവാന്റെ ശംഖിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ് കേട്ടോ. പാഞ്ചജന്യം എന്നാണ് ഭഗവാന്റെ ശംഖിൻ്റെ പേര്. ചക്രം സുദർശന ചക്രമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഗദയുടെ പേര് കൗമോദകി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നലെ ചോദിച്ച ചോദ്യം. ഒരുപാട് പേര് ശരിയുത്തരം തന്നിരുന്നു. ചില ആളുകളുടെ തെറ്റിപ്പോയ ആളുകളൊന്നും വിഷമിക്കണ്ട. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. ഇനിയും ആൻസർ കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ അല്ലേ. പറഞ്ഞ ഉത്തരങ്ങൾ എല്ലാവരും തെറ്റിപ്പോയ ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഓർത്ത് വെക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിലെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. അനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, 12 തവണ നമസ്കരിക്കുന്ന കാര്യം ചേച്ചി ലൈവിൽ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് വിശദമായിട്ട് പറയുമോ? സ്ത്രീകൾക്കുള്ള നമസ്കാരം നെറ്റിമുട്ടിച്ച് കൈകൾ മുന്നിലേക്ക് കൊപ്പി ഓരോ തവണ എണീച്ചാണോ നമസ്കരിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരാൾക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക, അതേമാതിരി തന്നെ കാല് തൊട്ട് തൊഴുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമസ്കരിക്കുക, അതേമാതിരി തന്നെയാണ് നമസ്കരിക്കേണ്ടത്. നെറ്റി മുട്ടിച്ച് മുട്ട് കുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിക്കുക. എഴുന്നേറ്റതിന് ശേഷം രണ്ടാമതും നമസ്കരിക്കുക. ഇങ്ങനെ 12 തവണ നമസ്കരിച്ചോളൂ. നമസ്കാരപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പൻ എത്ര നമസ്കരിക്കുന്നോ അത്രയും നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, കൂട്ടുകാരനായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് നമസ്കാരപ്രിയനായിട്ടുള്ള കണ്ണൻ്റെ മുമ്പിൽ നമസ്കരിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ പറയുക, കാരണവന്മാർക്കൊക്കെ ഇതൊക്കെ നമുക്ക് എന്താ അറിയാതെ പോയെന്നറിയോ, ഏതോ ഒരു ജനറേഷൻ ഇതൊക്കെ മിസ് ചെയ്തതുകൊണ്ടാട്ടോ. നോർത്തിലേക്കൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ആൾക്കാരെ കണ്ടാൽ ഇപ്പോഴും കാലൊന്ന് തൊട്ട് തൊഴുന്നത്. നമുക്കുണ്ടായിരുന്നു അങ്ങനത്തെ സംസ്കാരങ്ങളൊക്കെ. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ നമസ്കരിച്ചിട്ട് പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അതിനെയൊക്കെ എല്ലാവരും എന്താ പറയുകയെന്നറിയോ, വലിയ തെറ്റായിട്ടൊക്കെയാണ് കണക്കാക്കണേ. ഒരാളെ എന്തിനാ വേറൊരാളെ നമസ്കരിക്കണേ? നീയും ഞാനും ദൈവത്തിന് തുല്യമാണ്, നീയും ഞാനും മനുഷ്യനാണ്, നമ്മുടെ ഉള്ളിലൊക്കെ ദൈവമുണ്ട്. ഉണ്ടല്ലോ, ഇല്ലയെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ കാരണവന്മാരെ നമസ്കരിക്കുക, ഗുരുത്വം നേടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് കൈകൾ കൂപ്പി നമസ്കരിക്കുക. കൈകൾ എവിടെ വെക്കണം എന്നുള്ളതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ കൈ കൂപ്പി പിടിച്ചിട്ടൊന്നുമല്ല നമസ്കരിക്കാറ്. കൈ ആദ്യം നിലത്ത് വെച്ച് ആ കയ്യിലാണ് എൻ്റെ നെറ്റി ഞാൻ മുട്ടിക്കാറ്. എനിക്ക് അങ്ങനെ ഒരു ശീലം വന്നപ്പോൾ പിന്നെ അതിങ്ങനെ തുടരുന്നു. ശീലം വരാനുണ്ടായ കാരണങ്ങളൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, പ്രസന്ന വേണുഗോപാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എന്ത് കേട്ടാലും പെട്ടെന്ന് മറക്കും, എന്താ ചെയ്യാൻ മറവിക്ക്? സവിതമോളെ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണന് 2 കൈയിലും വെണ്ണ കൊടുത്തോളൂ. വെണ്ണ ഷീട്ടാക്കിയാൽ മതി കേട്ടോ. വെണ്ണ ഷീട്ടാക്കി വാങ്ങിയിട്ട് അത് സേവിക്കുന്നത് വളരെ നല്ലതാണ്. മറവിക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ അത് കുറച്ച് വേണമെങ്കിൽ ദോശയിലൊക്കെ ചേർത്ത് കഴിച്ചോളൂ. ഡയറക്റ്റായിട്ട് കഴിക്കാൻ വയ്യെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഫുഡ് പ്രൊഡക്റ്റിൽ ഈ ഒരു വെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എത്തുമല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണന് വെണ്ണ കൊടുത്താൽ എന്തും സാധ്യമാവും തന്നെയാണ് പറയുക കേട്ടോ. ഉണ്ണിക്ക് കൈ നിറച്ച് വെണ്ണ കൊടുത്തിട്ടാണ് അത്ര ഗോപികമാർ ഉണ്ണിയെ ഇങ്ങനെ വശത്താക്കാറുള്ളതെന്ന് കേട്ടിട്ടില്ലേ കഥ. അതുകൊണ്ട് ഉണ്ണിയോട് എന്ത് കാര്യം പറയുമ്പോഴും ഒരു ലേശം വെണ്ണ കൊടുത്തിട്ട് പറഞ്ഞു നോക്കൂ, പെട്ടെന്ന് കാര്യം നടക്കുന്ന. അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉണ്ണികൃഷ്ണനെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വെണ്ണ ഷീട്ടാക്കിക്കോളൂ കേട്ടോ. പ്രിയ വേണുഗോപാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമാണോ ഏകാദശി പണം കൊടുക്കേണ്ടത്, അതല്ലാതെ മാസം തോറുമുള്ള ഏകാദശിക്കും ഉണ്ടോ ഈ ചടങ്ങ് എന്നാണ് ചോദ്യം. ഇല്ല കേട്ടോ, ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമാണ് ഈ ചടങ്ങുള്ളത്. മാസം തോറും വരുന്ന ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങില്ല കേട്ടോ. ഏകാദശി പണം എന്നല്ല, ദ്വാദശി പണം എന്നാണ് പറയുക. ഞാൻ കഴിഞ്ഞ ദിവസം ദ്വാദശി പണം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ദ്വാദശി പണം സമർപ്പിക്കുക എന്നുള്ള ചടങ്ങ് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന ദ്വാദശിക്ക് മാത്രമാണ് ഗുരുവായൂരിൽ പതിവുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത്,
രോഗദുരിതം മാറാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് നടത്തേണ്ടത് എന്നാണ് പേരറിയാത്ത ഒരു ഭക്തൻ ഓർ ഭക്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രോഗശാന്തിക്കായിട്ട് കാളിയമർദ്ദനം, കൃഷ്ണനാട്ടംകളി, ചീട്ടാക്കാം എന്ന് പറയാറുണ്ട്. അതേപോലെ നാരായണീയം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ്. നാരായണ നാമം ചൊല്ലിയാലും രോഗദുരിതങ്ങളെല്ലാം തന്നെ തീരാൻ വളരെ 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 ഉത്തമമാണ്. ജന്മാന്തരങ്ങൾക്ക് അപ്പുറത്ത് വരെയുള്ള പാപങ്ങൾ തീരാൻ നാമത്തിന് ശക്തിയുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. മുടങ്ങാതെ നാമം ജപിച്ചോളൂ കേട്ടോ. ഇത് തന്നെ ശാലു എന്നൊരു ഭക്തയും കൂടി ചോദിച്ചിട്ടുണ്ട്. രോഗങ്ങൾ മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. കാളിയമർദ്ദനം, കൃഷ്ണനാട്ടംകളി, ഷീട്ടാക്കിക്കോളൂ. ആനന്ദ് കെ വി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്. വാലായ്മ എങ്ങനെയാണോ ഒരാൾക്ക് ഉണ്ടാകുന്നത്? സരിത അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്, പറയാമോ എന്ന്. പുല, വാലായ്മ രണ്ട് പേരുകളിലും പറയാറുണ്ടല്ലോ. പുല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ വരുന്നതാണ് പുല എന്നുള്ള ആ ഒരു ആചാരം. അത്രയും ദിവസം അമ്പലത്തിലേക്ക് പോവാതെ ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ആചരിക്കുന്നത്. ചില ആളുകൾ 10 ദിവസം, ചില ആളുകൾ 16 ദിവസം, ചില ആളുകൾ 12 ദിവസം തുടങ്ങി പല രീതികളിലുമാണ് പുല ആചരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വാലായ്മ. വാലായ്മ എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ, അതായത് പുതിയൊരായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴൊക്കെ വരുന്ന ആ ഒരു അശുദ്ധിയെയാണ് നമ്മൾ വാലായ്മ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കുഞ്ഞ് ജനിച്ചാൽ അശുദ്ധി വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അതിൻ്റെ പേര് വാലായ്മ എന്നാണ് കേട്ടോ. അത്രയും ദിവസങ്ങളിൽ സന്തോഷത്തിൻ്റെ നാളുകളാണെങ്കിൽ പോലും നമ്മൾ അമ്പലത്തിലേക്ക് പോവാറില്ല. ഇതിനെയാണ് വാലായ്മ എന്ന് പറയണത് കേട്ടോ. അടുത്തതായിട്ട് ദ്വാദശിപ്പണം എല്ലാ ദേശക്കാർക്കും അഗ്നിഹോത്രി പരമ്പരയ്ക്ക് കൊടുക്കാമോ, അതോ പ്രാദേശികർക്ക് മാത്രമാണോ സമർപ്പിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് ഹരിദാസ് ശ്രീശൈലം എന്ന ഒരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും ദ്വാദശിപ്പണം സമർപ്പിക്കാം. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്നാണ് ദ്വാദശിപ്പണം സമർപ്പിക്കൽ. രാവിലെ 5 മണി മുതൽ 9 മണി വരെ ഉണ്ട്. ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്കും ദ്വാദശിപ്പണം സമർപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ വേറൊരു ദിവസം വന്ന് ദ്വാദശിപ്പണം സമർപ്പിക്കൽ നടക്കില്ല. അന്നത്തെ ദിവസം മാത്രമാണ് നമുക്കതിന് അവസരം ഒരുക്കുന്നത്. അത് അന്നത്തെ ദിവസം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഞാൻ. അടുത്ത ചോദ്യങ്ങളുമായിട്ട്, ഇനി പെൻഡിങ്ങുള്ള എല്ലാ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം നിങ്ങളെ കാണാൻ വരാം. അതിന് മുൻപായിട്ട് ഇന്നത്തെ കഥ പറയാം കേട്ടോ. ഇന്ന് ഞാൻ പറയുന്നത് മുചുകുന്ദൻ്റെ കഥയാണ് കേട്ടോ. മുചുകുന്ദൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യവനൻ്റെ കഥയും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ജരാസന്ധ മഹാരാജാവ് അനേകം തവണ കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യാൻ രാമകൃഷ്ണന്മാരോടുള്ള ദേഷ്യം കൊണ്ട്. ഇനി ജരാസന്ധൻ ആരാണെന്ന് ചോദിച്ചാൽ കംസന്റെ ഭാര്യമാരുടെ അച്ഛനായിരുന്നു, ഭാര്യാപിതാവായിരുന്നു. അസ്ഥി, പ്രാപ്തി എന്ന് തുടങ്ങി 2 പേരായിരുന്നു കംസന്റെ പത്നിമാരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ തൻ്റെ മക്കളെ വിധവകളാക്കി എന്നുള്ളത് കൊണ്ട് ജരാസന്ധന് രാമകൃഷ്ണന്മാരോട് വലിയ ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിന് വന്നു, മധുരയിലേക്ക് യുദ്ധത്തിന് വന്നു. ഓരോ തവണ യുദ്ധത്തിന് വരുമ്പോഴും ഭഗവാൻ പരാജയപ്പെടുത്തി വിടും, കൊല്ലില്ല, പരാജയപ്പെടുത്തി വിടും. ഇദ്ദേഹം എന്താ ചെയ്യാച്ചാൽ കുറേ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെയും കൂട്ടി രണ്ടാമതും വരും. അപ്പം വീണ്ടും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി വരും. ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന രാജാക്കന്മാരെയൊക്കെ വധിച്ചാൽ ഈ ദുഷ്ടന്മാരൊക്കെ ഭഗവാൻ ഇരിക്കുന്നിടത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ ഭഗവാൻ എളുപ്പമായില്ലേ കാര്യങ്ങൾ. ഇങ്ങനെ അനേകം തവണയായി കഴിഞ്ഞപ്പോൾ മധുരയ്ക്ക് കാര്യമായ കേടുപാടുകളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. യുദ്ധത്തിനെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ശേഷിക്കുറവ് ആ പ്രദേശത്തിന് തന്നെ വന്നു എന്നൊക്കെ പറയാറുണ്ട് ആചാര്യന്മാർ. അതുകൊണ്ട് തന്നെ എന്താ ചെയ്തേ ഭഗവാൻ എന്ന് വെച്ചാൽ ദ്വാരകാപുരി നിർമ്മിച്ചു. സമുദ്രത്തിന് നടുവിലായിട്ട് ഒരു ദ്വീപ് പണിതു. വിശ്വകർമാവിൻ്റെ സഹായത്തോടു കൂടി അതിമനോഹരമായ ദ്വാരകാപുരി നിർമ്മിച്ച് ഈ മധുരാനിവാസികളെ എല്ലാം കൂടി ഒറ്റ രാത്രി കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് മാറ്റി പാർപ്പിച്ചു. ആ സമയത്താണ് കാലയവനൻ എന്ന യവന മഹാരാജാവ് ഈ ഭാരതദേശം കീഴടക്കണം എന്ന ഉദ്ദേശം വെച്ച് ഭാരതത്തിലേക്ക് പുറപ്പെടുന്നത്. നാരദ മഹർഷി കണ്ടു. 3 കോടിയോളം അല്ലെങ്കിൽ അത്രയും സൈന്യത്തെയും കൂട്ടിയാണത്രേ അദ്ദേഹം ഈ ഭാരതദേശം കീഴടക്കാൻ വേണ്ടി വന്നത്. നാരദ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭാരതദേശം കീഴടക്കാൻ അധികം പ്രയാസമൊന്നുമില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരേ ഒരാളെ മാത്രം ജയിക്കേ വേണ്ടൂ, അപ്പോൾ ഭാരതം മുഴുവൻ കീഴടങ്ങിയ പോലെയാണത്രേ. അപ്പോൾ അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണനെ പരാജയപ്പെടുത്തിയാൽ മതി.
അപ്പോൾ അദ്ദേഹത്തിന് എവിടെന്നാ കാണാൻ പറ്റുക, കണ്ടാൽ എങ്ങനെയാ തിരിച്ചറിയാമെന്ന് ചോദിച്ചു. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നീല നിറത്തിൽ മഞ്ഞ പട്ടൊക്കെ കൊടുത്ത് തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് താമരമാലയൊക്കെ കഴുത്തിലണിഞ്ഞ് അതീവ സുന്ദരനായിട്ടുള്ളൊരു യുവകോമളൻ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയാൽ തീർന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ട സമയത്ത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിരായുധനായിട്ട് യവനൻ്റെ മുമ്പിൽ എത്തിയിട്ടു. യവനൻ വിചാരിച്ചു, ഇത്ര വലിയ സൈന്യത്തെയൊക്കെ ഇങ്ങനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരായുധനായിട്ടാണോ ഇദ്ദേഹം വന്നിരിക്കുന്നത്? അപ്പം ഇദ്ദേഹത്തിനെയാണോ ഞാൻ ഇനി പരാജയപ്പെടുത്തേണ്ടത്? യുദ്ധം ചെയ്ത് നോക്കാം എന്ന് ഭഗവാൻ എന്ത് ചെയ്തു? തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ഈ ഓട്ടത്തിൻ്റെ പിന്നാലെ അപ്പം യവനൻ വിചാരിച്ചു, ഈ ഇങ്ങനെ ഭീരുവായിട്ട് ഓടുന്ന ഇദ്ദേഹത്തിനെ ജയിച്ചാലാണോ ഞാൻ ഈ ദേശം മുഴുവൻ കീഴടക്കി എന്ന് പറയണേ? എന്തായാലും പുറകെ പോയി നോക്കാം എന്ന്. ഭഗവാനാണെങ്കിലോ തൊട്ടില്ല എന്നുള്ള രീതിയിൽ മുൻപിൽ ഓടുന്നു, ചിരിച്ചുകൊണ്ട് ഓടുന്നു, പിന്നാലെ യവനൻ ഓടുന്നു. ഇങ്ങനെ അദ്ദേഹം ഒരു ഗുഹയിലേക്ക് കടന്നു. യവനൻ പറഞ്ഞു, എന്നെ പേടിച്ചങ്ങനെ ഗുഹാപ്രവേശം ഒന്നും ചെയ്യണ്ട, കീഴടങ്ങി എന്ന് പറഞ്ഞാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. കീഴടങ്ങി, ഇതെൻ്റെ ദേശമായി, ഇങ്ങോട്ട് തന്നാൽ ഞാൻ പിന്നെ വേറെ ഒന്നിനും ഉപദ്രവിക്കാനൊന്നും വരില്ല എന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് ആചാര്യൻ തമാശയായിട്ട് പറയാറുള്ളത്. എന്നിട്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് ഒരു മഞ്ഞപ്പട്ട് മാത്രമാണല്ലോ ശരിക്കും പറഞ്ഞാൽ യവനൻ കണ്ടിട്ടുള്ളത്. അവിടെ അത് ആ മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് വേറൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് യവനൻ വിചാരിച്ചു, എന്നെ പേടിച്ച് ഓടി ഓടി തളർന്ന് ഇവിടെ വന്ന് കിടക്കുകയോ എന്ന് ചോദിച്ചു. ഒറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്തു എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ആ കിടന്നുറങ്ങുന്നത് ആരായിരുന്നു എന്നറിയോ? മുജുകുന്ദ മഹാരാജാവായിരുന്നു. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്ന മുജുകുന്ദൻ ദേവലോകത്ത് ദേവേന്ദ്രനെ സഹായിക്കാനായിട്ട് അനേക കാലം യുദ്ധത്തിനായിട്ട് ദേവസൈന്യാധിപതിയുടെ ചുമതലയേറ്റ് അവിടെയായിരുന്നു. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമി ദേവസൈന്യാധിപതി ആയി ഈ ചുമതലയേറ്റ സമയത്ത് ഈ മുജുകുന്ദ മഹാരാജാവ് താഴെ വന്ന സമയത്ത്, ഭൂമിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ മാറി. വളരെയധികം ദേവലോകത്തെ കാലവും ഇവിടുത്തെ കാലവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ദേവേന്ദ്രനും മറ്റ് ദേവകളെല്ലാവരും കൂടി ഒരു അനുഗ്രഹം നൽകി. അങ്ങേക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് മോക്ഷമാണ് വേണ്ടത്. മോക്ഷം നൽകേണ്ടത് ദേവേന്ദ്രനല്ലല്ലോ. അപ്പോൾ അങ്ങേക്ക് ഉറങ്ങാനുള്ള വരം തരാം. അദ്ദേഹത്തിനെ ഉറക്കത്തിൽ നിന്ന് ആരാണോ ഉണർത്തുന്നത് ആ ആള് ഭസ്മമായി പോകും എന്നൊരു വരം കൊടുത്തു. എന്നാണോ അങ്ങേക്ക് മോക്ഷം ലഭിക്കുക അന്ന് വരെ ഉറങ്ങാം എന്നുള്ളതായിരുന്നു വരം. നല്ല വരാണല്ലേ, മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, സുഖമായി കിടന്നുറങ്ങുക മാത്രം. അങ്ങനെ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന ആ ഒരു ഗുഹയിലാണത്ര യവനൻ കയറി ചെന്നത്. യവനൻ മുകുന്ദൻ എന്ന് കൽപ്പിച്ച് ചവിട്ടി മുജുകുന്ദനെ എന്നാണ്. മുജുകുന്ദനെ ആണ് ചവിട്ടിയത്. മുജുകുന്ദൻ കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് ഭസ്മമായി പോയി നമ്മുടെ യവനൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒന്നുകൂടി ആ ഒരു പ്രകാശമൊക്കെ മാറിയതിന് ശേഷം അദ്ദേഹം ഒന്നുകൂടി കണ്ണൊക്കെ തിരുമ്പി നോക്കിയ സമയത്താണ് നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. അതിനുശേഷം മുജുകുന്ദൻ ഭഗവാനെ സ്തുതിച്ച് അങ്ങേ ലോകത്തേക്ക് യാത്രയായി എന്നുള്ളതാണ് കഥ. അപ്പോൾ ഈ കഥയൊക്കെ ഇങ്ങനെ ചുരുക്കിയാണോ പറയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചുരുക്കിയാണ് ആചാര്യൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വിസ്തരിച്ച് പറയാൻ അറിയാത്ത ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരു ഫുൾ എപ്പിസോഡിൽ കുറച്ച് ചോദ്യങ്ങളുടെ കൂടെ ഈ കഥയും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു മുജുകുന്ദൻ്റെയും കാലയവനൻ്റെയും ഒക്കെ കഥ. ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വലോക വിനാശന, സർവ്വപാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.